ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇനി വരാൻ പോകുന്നൊരു വർഷം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും സമൃദ്ധി കൊണ്ടും ഒക്കെ നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ആക്ച്വലി ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച ഇടാൻ തന്നെ വിചാരിച്ചതായിരുന്നു. പക്ഷെ അന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴേക്ക് മൈക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് അന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. സോ ഞാൻ വിഷു ആകുമ്പോഴേക്ക് കഷ്ടപ്പെട്ട് മൈക്കൊക്കെ സംഘടിപ്പിച്ച് ഇന്നൊരു വീഡിയോ ഇട്ടേക്കാന്ന് കരുതി. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റീവ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ആൻഡ് എങ്ങനെയാണ് ഒരു എക്സാം പേപ്പർ അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നാണ്. സ്പെഷ്യലി ഇത് നീറ്റ് ഫോക്കസ്ഡ് ആയിരിക്കും. പക്ഷേ ഏതൊരു ഒബ്ജക്റ്റീവ് എക്സാം ലൈക്ക് PSC, SSC, whatever be the exam, എല്ലാ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് എക്സാംസിനും ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നീറ്റിന് കഷ്ടിച്ച ഒരു 2 വീക്സിൻ്റെ അടുത്തൊക്കെ ബാക്കിയുള്ളൂ. സോ ദിസ് ടൈം എന്ന് പറയുന്നത് അത്രയ്ക്ക് ക്രൂഷ്യലാണ്. അത്രയ്ക്ക് ക്രൂഷ്യലാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും നിങ്ങൾ മസ്റ്റായിട്ട് ഒരു എക്സാം പേപ്പർ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യണം. ആൻഡ് ഡെയിലി രാത്രി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാം പേപ്പർ അനാലിസിസ് നിങ്ങൾ നടത്തും. അപ്പോൾ എങ്ങനെയാണ് ഒരു എക്സാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞാൽ, നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ അല്ലെങ്കിൽ ഒരു 1 hour മുന്നേ ഒക്കെ നിങ്ങൾ ആ ഒരു എക്സാം സെൻറ്ററിൽ എത്തണം. ഇപ്പം നമ്മൾ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുന്നതാണെങ്കിൽ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 1/4 മണിക്കൂർ മുന്നെങ്കിലും എത്താൻ നോക്കുക. എക്സാം ഹോളിൽ കയറി നിങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്നതിന് ശേഷം അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് റിലാക്സ്ഡ് ആവുക എന്നുള്ളതാണ്. ഞാൻ യൂഷ്വലി എൻ്റെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ മൈൻഡൊക്കെ നല്ല കാം ആക്കി വെക്കാൻ നോക്കുമായിരുന്നു ബിഫോർ എനി എക്സാം, സോ ദാറ്റ് എനിക്ക് നല്ല രീതിക്ക് റീകലക്ട് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുമെന്ന് തോന്നാറുണ്ട്. ഇനി നിങ്ങളുടെ എക്സാം പേപ്പർ കയ്യിൽ കിട്ടിയതിന് ശേഷം ഹൗ ടു അറ്റൻഡ് ആൻ എക്സാം എന്ന് പറഞ്ഞുതരാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആ രീതിക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഞാൻ യൂഷ്വലി എപ്പോഴും അറ്റൻഡ് ചെയ്തിരുന്നത് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. എനിക്ക് അങ്ങനെ ഇന്ന ഓർഡർ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഐ യൂഷ്വലി സ്റ്റാർട്ട് വിത്ത് ഫിസിക്സ്. പക്ഷെ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിട്ട് തോന്നുന്ന സമയത്ത് എനിക്ക് മൈൻഡ് ഒന്ന് സ്ട്രെസ് ആവുന്നു എന്ന് തോന്നുമ്പം ഞാൻ ബയോളജിയിലേക്ക് സ്കിപ്പ് ചെയ്യും. ഇനി ബയോളജി കുറച്ച് സ്ട്രെസ് ആവുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ കെമിസ്ട്രിയിലേക്ക് സ്കിപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബട്ട് എനിവേസ്, നിങ്ങൾ എങ്ങനെയാണോ ഇത്ര കാലം ഫോളോ ചെയ്തൊരു ഓർഡർ, അതേ ഓർഡറിൽ നിങ്ങൾ പോയിക്കോളാം. കാരണം ഇനി നമുക്ക് മാറ്റാനൊന്നും സമയമില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ റീസൺ, ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു പ്രോപ്പർ ഓർഡർ ലൈക്ക് സോ കോൾഡ് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആ ഓർഡറിലല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ? നോ വരീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾ എക്സാം എഴുതിക്കോ. അടുത്ത കാര്യം, എക്സാം നിങ്ങൾ 2 or 3 റൗണ്ടുകളിലായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ ഈസി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അറ്റൻഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ബയോളജി എടുത്തു, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ അറ്റൻഡ് ചെയ്തു, വേഗം വായിച്ചു പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 4th ക്വസ്റ്റ്യനിൽ എത്തിയ സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഇതിപ്പോൾ A ആണോ C ആണോ, അപ്പം നിങ്ങൾക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. കുറേ സമയം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ മേലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളയാം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതും ഇൻ ദ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഈസി ആയിട്ടുള്ള വേഗം അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. ഇഫ് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഭയങ്കര ടൈം ടേക്കിംഗ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ റൗണ്ട് ഇട്ട് പോകാം. ഈ റൗണ്ട് ഇട്ട് പോകാൻ നിങ്ങൾ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു ടിക്ക് മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു മാർക്കിംഗ് നിങ്ങൾ ചെയ്തിരിക്കണം. സംഭവം നമ്മുടെ എക്സാം പേപ്പറിൽ അങ്ങനെ എഴുതാനൊന്നും സമ്മതിക്കില്ല എന്ന് പറയും. ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എഴുതാത്ത ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്യണം. കാരണം നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ വന്നിട്ട് നോക്കുന്ന സമയത്ത് വീണ്ടും OMR നോക്കി നമ്പർ നോക്കിയൊന്നും നിൽക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐ തിങ്ക് ഫസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് ഒരു 1.5 hours, ഒരു 1.5 hours നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ ഈ റൗണ്ട് ഇട്ട് പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ക്രോസ് മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ മാർക്കിംഗ് ചെയ്തിട്ട് ലൈക്ക് എഗെയിൻ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് റിവിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു മാർക്കിംഗ് ചെയ്തിടാം. എന്നിട്ട് അത് 3ാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇങ്ങനെ റൗണ്ട്സിൽ നിങ്ങൾ എക്സാം എഴുതുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ മേ ബി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 5 minute ഒക്കെ എടുത്തു എന്ന് വിചാരിക്കുക. ആദ്യമുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ ലാസ്റ്റിലോട്ട് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻസും ഭയങ്കര ഈസിയാണ്. 5 minute നിങ്ങൾക്ക് ആ 5 ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ എല്ലാം ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലാസ്റ്റിലോട്ട് ഒരു 5 minute സമയം കിട്ടിയില്ല. ആ 5 minute കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 5 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ 5 minute ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതും 5 ക്വസ്റ്റ്യൻ ചെയ്യുന്നതും നിങ്ങൾക്ക് മാർക്കിൽ ഓൾമോസ്റ്റ് 16 or 20 അടുത്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് അല്ലേ. സോ ഇതൊരു മസ്റ്റ് ഡു തിങ് ആണ്. ഇനി നമുക്ക് OMR ഷീറ്റിൽ എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടതെന്ന് പറയാം.
ഞാൻ എങ്ങനെയായിരുന്നു ബബിൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ഞാൻ എൻ്റെ എക്സാം പേപ്പറിൽ കണ്ടെത്തിയതിന് ശേഷം അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ OMR ബബിൾ ചെയ്യും. അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സെറ്റ് ആയിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഫിസിക്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്ക് എന്റെ ബ്രെയിൻ കുറച്ച് ടയേർഡ് ആവും. അപ്പൊ ഓക്കെ 10 മിനിറ്റ് ബബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ഇഷ്ടപ്പെട്ടാണല്ലോ ബബിൾ ചെയ്യുക. എനിക്കതൊരു റിലാക്സിങ് സാധനമായിരുന്നു. അപ്പൊ ഇങ്ങനെ ബബിൾ ചെയ്യുക, പുറത്തേക്ക് ആവാണ്ട് ബബിൾ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത്ര സൂക്ഷിച്ചൊന്നും നമ്മൾ ചെയ്യണം, നമുക്ക് അതിന് മാത്രം സമയമില്ല. ബട്ട് എനിവേസ് ഞാൻ ഈ 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ബബിൾ ചെയ്യാൻ പോകുമ്പോൾ എനിക്കൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് എനിക്കൊരു റിലാക്സേഷൻ കിട്ടും. അപ്പൊ ഞാൻ അടുത്ത 10 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യുന്നു. പക്ഷെ കൂടുതൽ ആളുകളും പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ പോയിട്ട് ബബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ് നിങ്ങൾ ബബിൾ ചെയ്യുന്നത് മാറിപ്പോവുന്ന ചാൻസസ് കുറയും. അത് തന്നെയാണ് ഞാനും നല്ലതെന്ന് പറയുന്നത്. എനിവേസ് നിങ്ങൾ ഇത്രയും കാലം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അത് ബബിൾ ചെയ്യുന്ന ഒരു രീതിക്കായിരുന്നു വന്നിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. എനിവേസ് എല്ലാം ചെയ്തിട്ട് പോയിട്ട് ബബിൾ ചെയ്യാന്നുള്ള ഒരു രീതിക്കാണ്, ആ ഒരു സ്കീമിലാണ് നിങ്ങൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 100% റോങ് മെത്തേഡാണ്. അങ്ങനെ ഒരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങൾ മാറ്റണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ. ഇനി അബൌട്ട് ദ ലാസ്റ്റ് റൗണ്ട്, ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫിസിക്സിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് തെറ്റിയത് നീറ്റിന്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ ഡയമെൻഷൻ കാണാനായിരുന്നു. ഭയങ്കര സിമ്പിൾ അല്ലേ, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. പക്ഷെ എനിക്ക് കിട്ടിയ കോഡുള്ള നീറ്റ് എക്സാം പേപ്പറിൽ അതായിരുന്നു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഫിസിക്സിന്റെ. ഞാൻ എപ്പോഴും ഫിസിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈവൻ ദോ ഞാൻ ഇങ്ങനെ ഭയങ്കര ബ്രീത്തിങ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് സമാധാനമായിട്ടൊക്കെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയതെങ്കിൽ കൂടെ ഫസ്റ്റ് എനിക്ക് പേപ്പർ അങ്ങ് കിട്ടി. ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അങ്ങ് വായിച്ചപ്പം ഈ ഒരു അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവും, എക്സാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങ് സ്ട്രെസ് കൂടി. എനിക്ക് ഒന്നും വായിച്ചിട്ട് എനിക്ക് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെ കാണേണ്ടത്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അധികം ടൈം അതിൽ കളയാണ്ട് ഞാൻ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലും എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അവസാനം എനിക്ക് ഒരു 5-10 മിനിറ്റ് ടൈം ബാക്കിയുണ്ട്, ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനും ബാക്കിയുണ്ട്. എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നേ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരു സ്വഭാവം ഉണ്ട്, എല്ലാം അറ്റൻഡ് ചെയ്യണം. എനിക്ക് ഈ OMR ഒരു ബബിളും ഫില്ലാവാതിരിക്കരുത്, എൻ്റെ ഒരു പ്രശ്നമാണത്. വെറുതെ പോയിട്ട് ഒരു ആൻസർ പോയിട്ട് ഗസ് ചെയ്തിട്ട് എഴുതി. എനിക്കത് ഗസ് ചെയ്യാൻ പോലും എനിക്ക് ഒരു ഐഡിയ ഇല്ല, വെറുതെ എഴുതി. ലിറ്ററലി നമ്മളിങ്ങനെ സ്കി ഭാരത് വിസ്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നോക്കി എഴുതില്ലേ, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവില്ല. ഞാൻ അങ്ങനെ പോയിട്ട് അത് ആൻസർ ചെയ്തു. എൻ്റെ അത് ഒബ്വിയസ്ലി തെറ്റിപ്പോയി, നെഗറ്റീവ് മാർക്കായി. ആൻഡ് ആ ഒരു ഒറ്റ നെഗറ്റീവ് മാർക്ക് ഇല്ലായിരുന്നെങ്കിൽ സംഭവം ഒരു മാർക്കേ കൂടുള്ളൂ, പക്ഷെ എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഒരു 100 അല്ലെങ്കിൽ 120 മേലെ പോകുമായിരുന്നു. എനിക്ക് എൻ്റെ ഡ്രീം കോളേജ് ആയിട്ടുള്ള ജിപ്മർ പോണ്ടിച്ചേരിയിൽ പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇയർ ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു. ആ ഒരു ഒറ്റ നിമിഷത്തിന്റെ ഒരു സെക്കൻഡിൽ പോയി ഞാൻ ബബിൾ ചെയ്തതാണ്. അപ്പൊ ഞാനിത് പറയാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് അത് നിങ്ങൾ മാക്സിമം കുറയ്ക്കണം. ഇപ്പൊ നിങ്ങൾക്ക് തേർഡ് റൗണ്ടിലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ കിട്ടാണ്ട് വെറുതെ ഗസ് ചെയ്തിട്ട്, അതായത് ഗസ് ചെയ്യുന്നതിനും എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും. വെറുതെ ഇങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി നെഗറ്റീവ് മാർക്ക് കോസ് ചെയ്യും. ആൻഡ് 1 മാർക്കിന്റെയും 2 മാർക്സിന്റെ ഒക്കെ ഡിഫറൻസിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. സോ ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. സോ ഇതൊക്കെയാണ് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഹൗ ടു ഡു എൻ എക്സാം പേപ്പർ അനാലിസിസ്. നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ വെറും എക്സാം എഴുതിയത് കൊണ്ട് ഒരു കാര്യമില്ല, ലിറ്ററലി നോ ഉപയോഗം അറ്റോൾ. നിങ്ങൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാം പേപ്പർ അനാലിസിസ് ചെയ്താൽ മാത്രമാണ് അതിനെ കൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ബബിൾ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കൂടുതൽ ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ബബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ എക്സാം പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടത്. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് തെറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസും, ഞാൻ ഉദ്ദേശിച്ചത് തെറ്റിയ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ എക്സാം പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ റീവിസിറ്റ് ചെയ്യണം. ആൻഡ് ഹൗ ടു ഡു എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കോ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സോ വട്ടവോ നിങ്ങൾ എന്താണോ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ അത് തുറന്ന് വെക്കുക. ആൻഡ് ഇപ്പോൾ ബയോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തെറ്റിയതെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ കീ കാണുന്ന സമയത്ത് ആൻസർ മനസ്സിലാവും. അപ്പൊ ആൻസർ മനസ്സിലായാൽ മാത്രം പോരാ, അപ്പൊ അത് എവിടെയാണോ NCERT വരുന്നത് ആ ഒരു ഭാഗം പോയിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. ആ ഒരു ഒറ്റ സെന്റൻസ് മാത്രം വായിച്ചാൽ പോരാ, ആ ഒരു ഏരിയ, ആ ഒരു പേജ് ഒക്കെ ഒന്ന് വായിക്കാൻ നോക്കുക. കാരണം അവിടെ എന്തൊക്കെയോ നിങ്ങൾ മറന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു എക്സാം വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു രീതിക്കായിരിക്കണം നിങ്ങൾ എക്സാം പേപ്പർ അനാലിസിസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫിസിക്സിന്റെ കേസ് ആണെങ്കിൽ
ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ മറന്നു പോയത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാതെ വന്നതെന്ന് വെച്ചാൽ ആ ഇക്വേഷൻ നിങ്ങൾ കുറേ തവണ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് ആൻസർ കീ വായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും NCERT ടെക്സ്റ്റ് ബുക്കോ നിങ്ങളുടെ നോട്ട്സോ ഇനി ഇഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വരെ നിങ്ങൾക്ക് റീവിസിറ്റ് ചെയ്ത് കാണാവുന്നതാണ്. ബിക്കോസ് ഈ ഒരു എക്സാം പേപ്പർ അനാലിസിസിന്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ്. ഇതേ ക്വസ്റ്റ്യൻ നീറ്റ് 2026 അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നീറ്റ് മാത്രമല്ല, മേ ബി കുറെ PSC ആസ്പിരൻസ് ഒക്കെ എന്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു എക്സാമിന് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനി ചോദിച്ചാൽ ഒരിക്കൽ പോലും നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് എക്സാം എഴുതേണ്ട രീതിയെ കുറിച്ചും അതുപോലെ തന്നെ എക്സാം പേപ്പർ അനാലിസിസ് ചെയ്യുന്നതിനെ കുറിച്ചും പറയാനുള്ളത്. പിന്നെ വളരെ കാമായിട്ടിരിക്കുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഭയങ്കര പോസിറ്റീവ് മെന്റാലിറ്റി കീപ്പ് ചെയ്യാൻ നോക്കുക. കാരണം 100% ഷുവർ ദാറ്റ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഫുൾ എഫേർട്ട് ഇടാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു വൺസ് അഗെയിൻ. സോ നന്നായി പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. ബൈ.